ഓണസദ്യക്ക് 2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കായ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ട് തയ്യാറാക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു 1/2 കിലോ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. 3 വരും കേട്ടോ. അത് നമുക്ക് അതിൻ്റെ 2 വശം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. എല്ലാവർക്കും തന്നെ അറിയാം ഇതിൻ്റെ ഈ കായയുടെ തൊലി എങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ളത്. നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് തിക്കി കൊടുക്കാം. എന്നിട്ട് ഈ തൊലി മുഴുവനായിട്ട് നമുക്കൊന്ന് എടുത്തു മാറ്റാം. നമുക്ക് 3 കായയുടെയും തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ മതിയാവും ട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ നമുക്ക് കായ ഒന്ന് കഴുകിയെടുക്കാം. അതിലെന്തെങ്കിലും കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കിച്ചൺ ടവൽ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഇനി നമുക്ക് ഈ കായ അരിഞ്ഞെടുക്കാം. ശർക്കര വരട്ടിക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അരിഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതുപോലെ നമ്മൾ 2ആയിട്ട് മുറിച്ചതിന് ശേഷം കുറച്ച് കനത്തിലാണ് അരിഞ്ഞെടുക്കുക. ഞാൻ സാധാരണ വെളിച്ചെണ്ണയിൽ വറുക്കുന്നതിലും അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി കനം കുറച്ചിട്ടാണ് ഇപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് എയർ ഫ്രയറിൽ വറുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കനം കൂട്ടി അരിയാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഈ കായയുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ആയി കിട്ടണം. ഇനി നമുക്ക് ഒരു എയർ ഫ്രയർ ബാസ്ക്കറ്റിലേക്ക് ഈ കായയുടെ കഷ്ണങ്ങളൊന്ന് നിരത്തി കൊടുക്കാം. ഒന്നിന്മേൽ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 160 ഡിഗ്രീസിൽ ഒരു 20 മിനിറ്റാണ് നമ്മൾ ഈ കായ ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ കായയ്ക്ക് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള കായ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കായയും വറുത്തെടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ ഒരു 4 ഏലക്കായ ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കിലോ കായ്ക്കാണ് 100 ഗ്രാം ശർക്കര, അതാണ് കണക്ക്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിക്കഴിഞ്ഞാൽ നമുക്ക് അരിച്ച് ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു നൂൽ പരുവം ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ശർക്കര ഒരു നൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ എയർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ശർക്കര പാനിയൊക്കെ കായയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പിടിച്ചു കിട്ടണം. ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കായയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ഒരേപോലെ ഒന്ന് കിട്ടണം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശർക്കര വരട്ട് നമ്മൾ മിക്സ് ചെയ്യുന്തോറും ഒട്ടിപ്പിടിക്കാതെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യാനാണ് നമ്മളിപ്പോൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്തോറും നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എയർ ഫ്രയറിൽ വറുത്തിട്ടുള്ള വളരെ കുറച്ച്, അത് 2 ടീസ്പൂൺ മാത്രം ഓയിൽ ഉപയോഗിച്ച് വറുത്തെടുത്തിട്ടുള്ള കായ കൊണ്ടുണ്ടാക്കിയ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യണേ.